അപ്പോൾ പതിവ് പോലെ ഗുഡ് മോർണിംഗ് റിപ്പോർട്ടർ കേരളത്തിലെ പല മേഖലകളിലേക്ക് കടക്കുകയാണ്. ഒരുപാട് വാർത്തകൾ കേൾക്കാനായി പോവുകയാണ്. ആദ്യം തിരുവനന്തപുരത്തേക്ക് തന്നെയാണ്. അവിടെ നിന്നും സ്വാന്തന സാജു ചേരുന്നു. സ്വാന്തന, ഗുഡ് മോർണിംഗ്. ഇന്ന് റിപ്പോർട്ടറിന്റെ പ്രിയ പ്രേക്ഷകർക്കും ഒക്കെ സംബന്ധിച്ച് വളരെ സ്പെഷ്യലായ ദിനമാണ്. 15ാം വാർഷികമാണ്. അപ്പോൾ അതിന്റെ ഒരു സന്തോഷം ഉണ്ടായിരിക്കും അല്ലേ സ്വാന്തന? തീർച്ചയായിട്ടും റോഷിനി, ഞാൻ റിപ്പോർട്ടർ കുടുംബത്തോടൊപ്പം ചേർന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു മാസം കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ ഒരു ആഘോഷ ദിവസത്തിൽ റിപ്പോർട്ടറിനോടൊപ്പം ആയിരിക്കാൻ കഴിഞ്ഞത് വളരെയധികം സന്തോഷമാണ്. നമ്മുടെ ബ്യൂറോയിലൊക്കെ നമ്മൾ വലിയ ആഘോഷങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ വാർത്തകളുടെ തിരക്കിനിടയിലും അങ്ങനെ ഒരു സന്തോഷവും ആഘോഷവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതിൽ വളരെയധികം ഒരു ഹാപ്പിനെസ് തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് രാവിലെ വന്ന് ഇങ്ങനെ ഒരു ഹാപ്പിനെസ് ഒക്കെ പങ്കുവയ്ക്കാൻ പറ്റുന്നതിൽ അതിലേറെ സന്തോഷമുണ്ട്. ശരി, അപ്പോൾ എന്തായാലും ഈ ഒരു പുതിയ ദിവസത്തിൽ ഒരു പുതിയ മാറ്റം സംഭവിക്കുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ച് അതൊരു നല്ല മാറ്റമാവാൻ എല്ലാവരും ആഗ്രഹിക്കുകയാണ്. സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ എന്ന ചുമതലയേൽക്കും. പോലീസ് ആസ്ഥാനത്ത് രാവിലെ 7 മണിക്ക് എച്ച് വെങ്കിടേഷ് ബാറ്റൺ കൈമാറും അല്ലേ? അപ്പോൾ പുതിയ ചുമതലയിലേക്ക് പുതിയ ആളെത്തുന്നു. ഒരുക്കങ്ങളൊക്കെ എല്ലാം റെഡിയാണല്ലോ അല്ലേ? അതേ റോഷിനി, ഒരുക്കങ്ങളൊക്കെ ഇന്നലെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. പുതിയ പോലീസ് മേധാവിയെ വരവേൽക്കുവാൻ വേണ്ടി സംസ്ഥാനമാകെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് എത്തിയപ്പോൾ തന്നെ വലിയ വരവേൽപ്പൊക്കെയാണ് നൽകിയത്. ഇന്നിപ്പോൾ രാവിലെ 7 മണിക്കാണ് പുതിയ പോലീസ് മേധാവിയായി അദ്ദേഹം സ്ഥാനം എടുക്കുന്നത്, ചുമതല ഏറ്റെടുക്കുന്നത്. ഇവിടെ പോലീസ് ആസ്ഥാനത്ത് വെച്ചാണ് ഈ ചടങ്ങുകളൊക്കെ തന്നെ നടക്കുക. ADGP ആയ എച്ച് വെങ്കിടേഷിൽ നിന്നാണ് ഇദ്ദേഹം ഈ ഒരു അധികാര ചിഹ്നം ഏറ്റെടുക്കുന്നത്. അതോടുകൂടി പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ അങ്ങനെ വരികയാണ്. അദ്ദേഹം 91 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് വരുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങളൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നത് എന്നൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ 7 മണിയോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനാരോഹണ ചടങ്ങ് നടക്കാൻ പോകുകയാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. പോലീസ് ആസ്ഥാനത്താണ് റോഷിനി ഈ ചടങ്ങുകളൊക്കെ തന്നെയും നടക്കുക. ഓക്കെ, മറ്റൊന്ന്, ഈ ഡോക്ടർ ഹാരിസ് ചിറക്കലിന് പിന്തുണയുമായി പ്രതിപക്ഷം. ആരോഗ്യ വകുപ്പിനെതിരെ ഇന്ന് കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധമുണ്ടാവും. സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലേക്കും ഇന്ന് പ്രതിഷേധ മാർച്ചും നടത്തും. ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമവും ജീവനക്കാരുടെ കുറവും പരിഹരിക്കണമെന്നാണ് ആവശ്യം. ഡോക്ടേഴ്സ് ദിനത്തിൽ അവകാശങ്ങൾക്കായി പ്രതിഷേധവുമായി KGM CTA രംഗത്തുണ്ട്. സ്വാന്തന, ഇപ്പോൾ സമീപകാലത്ത് തന്നെ ഡോക്ടർമാരെ കുറിച്ചും ആരോഗ്യരംഗത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഒരു നല്ല ഡോക്ടറായി സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ ഒരു മാതൃകയായി നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഈ ഡോക്ടേഴ്സ് ഡേയിൽ പ്രതിഷേധമുണ്ട്, ഒപ്പം ഡോക്ടർ ഹാരിസ് ചിറക്കലിനൊപ്പം പ്രതിപക്ഷവുമുണ്ട് അല്ലേ? റോഷിനി, ഈ സാധാരണ ഡോക്ടേഴ്സ് ഡേയിലൊക്കെ വലിയ ആഘോഷങ്ങളാണ് ഈ ഡോക്ടർമാർ നടത്താറുള്ളത്. പക്ഷേ ഇന്ന് ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഷേധത്തിൻ്റെ ദിവസമാണ്. ഡോക്ടർമാരെ സംബന്ധിച്ച് മാത്രമല്ല, മെഡിക്കൽ കോളേജുകളൊക്കെ തന്നെയും പ്രതിഷേധത്തിൻ്റെ ഒരു വേദിയാകുന്ന കാഴ്ചയായിരിക്കും നമ്മളിന്ന് കാണുന്നത്. കാരണം ഈ മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ചുള്ള ഒരു വിവരം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ കോൺഗ്രസ് അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്ന കാഴ്ച നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ്. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കായിരുന്നു ഇന്നലെ കോൺഗ്രസിൻ്റെ പ്രതിഷേധം ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലേക്കും ആ പ്രതിഷേധം നടത്തുവാൻ വേണ്ടി കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. ഈ സർക്കാർ കൃത്യമായ രീതിയിൽ ആരോഗ്യമേഖലയെ പരിഗണിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലേക്കും ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുന്നുണ്ട്. ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നത് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലാണ്. KC വേണുഗോപാലാണ് ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് ഇന്നലെ തന്നെ പ്രതിഷേധം കഴിഞ്ഞതാണ്. പക്ഷേ തിരുവനന്തപുരത്ത് ഇന്ന് BJPയുടെ ഒരു മാർച്ച് നടക്കുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് മാർച്ച് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി തിരുവനന്തപുരത്ത് നിലനിൽക്കുന്നുണ്ട്. അതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് BJP ഇന്ന് തിരുവനന്തപുരത്ത് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോക്ടർമാരുടെ പ്രതിഷേധവും റോഷിനി ചോദിച്ചതുപോലെ തന്നെ നടക്കുന്നുണ്ട്. ഈ മെഡിക്കൽ കോളേജിലെ അധ്യാപക സംഘടനയുടെ പ്രതിഷേധമാണ് നടക്കുന്നത്. കൃത്യമായ രീതിയിൽ അവരെ പരിഗണിക്കുന്നില്ല. അവരുടെ DA കുടിശ്ശിക അടക്കം നൽകണമെന്നുള്ള അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന ഈ അധ്യാപക സീറ്റുകളിലേക്ക് കൃത്യമായ രീതിയിൽ തസ്തികാ നിർണ്ണയം നടത്തി ആളെ എടുക്കണം. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ആ മേഖലകളിലൊക്കെ തന്നെയും ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ എതിരെയാണ് ഈ ടീച്ചർമാരുടെ അല്ലെങ്കിൽ അധ്യാപകരുടെ സംഘടന കൂടി ഇന്ന് സമരത്തിലേക്ക് കടക്കുന്നത്. അങ്ങനെ മെഡിക്കൽ കോളേജുകൾ ഇന്ന് ഒരു ഡോക്ടേഴ്സ് ദിനമായിട്ട് പോലും പല തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങളുടെ വേദിയായി മാറാൻ പോകുന്ന കാഴ്ച തന്നെയായിരിക്കും റോഷിനി നമ്മൾ തീർച്ചയായിട്ടും ഇന്ന് കാണുവാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, മഴ വിവരങ്ങളിലേക്ക് വരാം നമുക്ക്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ, ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടാവുമെന്ന് അറിയുന്നു. നാളെ 2 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് അല്ലേ? ഏതൊക്കെ ജില്ലകളിലാണ്, എവിടെയൊക്കെ ജാഗ്രത പുലർത്തണം?
റോഷ്നി, കഴിഞ്ഞ 2 ദിവസം ഒന്ന് മഴ മാറി നിൽക്കുന്ന കാഴ്ച തന്നെയാണ് കണ്ടത്. എല്ലായിടങ്ങളിലും ഒരു തെളിഞ്ഞ കാലാവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നാളെ മുതൽ വീണ്ടും ഇപ്പോൾ മഴ കനക്കാൻ പോകുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള മഴ ആയിരിക്കില്ല, എല്ലായിടത്തും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. വടക്കൻ ജില്ലകളിൽ, പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ ഇപ്പോൾ അലേർട്ട് നൽകിയിരിക്കുന്നത്. അത് യെല്ലോ അലേർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയായിരിക്കും ഈ ജില്ലകളിൽ ഉണ്ടാകുക എന്നുള്ളൊരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത ദിവസം 3 ജില്ലകളിൽ യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ വരുന്ന ഒരു 3 ദിവസത്തേക്ക് ഒറ്റപ്പെട്ട ശക്തമായ മഴ വടക്കൻ ജില്ലകളിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് റോഷ്നി മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, കാറ്റ് 50 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റ് വീശാനും സാധ്യതയുണ്ട്. അതുപോലെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനുമുള്ള സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിനൊന്നും വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല നിലവിൽ. പക്ഷേ എന്നാലും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനുമുള്ള സാധ്യതയും മഴയ്ക്കൊപ്പം ഉണ്ടാകാനുള്ള ഒരു സാധ്യത പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. റോഷ്നി. ഓക്കെ, സാന്ത്വന സാജു ആണ് തെക്കൻ ജില്ലകളിൽ നിന്നുള്ള വാർത്തകളെല്ലാം പങ്കുവച്ചത്.